ഇന്ന് സെപ്റ്റംബർ 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ. പഠനങ്ങൾ പറയുന്നത് ആത്മഹത്യയാണ് മരണങ്ങളുടെ പ്രധാന കാരണമെന്നാണ്. എന്നാൽ ആത്മഹത്യ എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. അതിനു മുൻപായി പല സൂചനകളും കാണിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതും ഈ സൂചനകൾ തന്നെയാണ്. എന്താണ് ആ സൂചനകൾ? ഒരു വ്യക്തി പണ്ട് താല്പര്യത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഒരു താല്പര്യക്കുറവ് വരിക, ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുക, കൂടാതെ തന്നെ മറ്റുള്ളവരോടുള്ള ഇൻട്രാക്ഷൻസിൽ കുറവ് വരിക, അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് അവരുടെ സംസാരത്തിൽ ഉണ്ടാകുന്ന കുറവ്, ഇങ്ങനെ പല പല സൂചനകൾ നമ്മൾ കാണാറുണ്ട്. ആത്മഹത്യക്ക് പിന്നിൽ പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. വിവിധ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ നേരിടാത്ത ആരും തന്നെയില്ല. എന്നാൽ അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമതായി പറയുന്നതാണ് അപ്രോച്ച് ഫോർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി പ്രശ്നത്തിലാണെന്ന് മനസ്സിലായാൽ നമ്മൾ അവർക്കൊരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, സുരക്ഷ എന്നിവയും ഉറപ്പാക്കേണ്ടതാണ്. രണ്ടാമതായി ലിസൺ നോൺ ജഡ്ജ്മെൻ്റലി. ഒരു വ്യക്തി അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധയോടെ കേൾക്കുകയും നമ്മൾ അവരുടെ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം വളർത്തിയെടുക്കുകയും ചെയ്യണം. മൂന്നാമതായി എൻകറേജ് ടു സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. മനോരോഗ ചികിത്സയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ മരുന്ന്, കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി എന്നിവ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. ഈ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നവരെ ശ്രദ്ധയോടെ കേൾക്കുകയും അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യാം. ഓർക്കുക, ഓരോ ജീവനും വിലപ്പെട്ടതാണ്.